അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ എല്ലാ സഞ്ചാരികളുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒന്നായിരിക്കും. എന്നാൽ പലരും രാത്രിയിലുള്ള ഗോൾഡൻ ടെമ്പിളിന്റെ മനോഹാരിത ആസ്വദിച്ചിട്ടുണ്ടാകില്ല. ഫ്രീ ബാഗേജ് റൂമിൽ ബാഗൊക്കെ വെച്ച് നടന്നു നീങ്ങുന്നത് മാർബിളൊക്കെ ഇട്ട വിശാലമായ ഒരു ഏരിയയിലേക്കാണ്. രാത്രികളിലും നല്ല തിരക്കുണ്ടാകാറുണ്ട് ഇവിടെ. തലയിൽ സ്കാർഫൊക്കെ കെട്ടി മുന്നിലുള്ള ചെറിയ വെള്ളക്കെട്ടിൽ കാല് നനച്ച് വൃത്തിയാക്കിയിട്ട് വേണം അകത്തേക്ക് കടക്കാൻ. ഫോട്ടോസിൽ മാത്രം കണ്ടിട്ടുള്ള സ്വർണ്ണ നിറത്തിലുള്ള മകുടങ്ങൾ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ്. നാലാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസ് നിർമ്മിച്ച അമൃത് സരോവർ എന്ന വലിയ കുളത്തിന് നടുവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1604 അഞ്ചാമത് ഗുരുവായ ഗുരു അർജൻ ദേവാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. 1830 മഹാരാജ രഞ്ജിത് സിംഗ് ക്ഷേത്രത്തിനെ സ്വർണ്ണം കൊണ്ട് പൊതിഞ്ഞു. അങ്ങനെയാണ് സുവർണ്ണ ക്ഷേത്രം എന്ന പേര് വരുന്നത്. പാതിരാത്രിയിലും ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലായി ചിലവഴിക്കാറുണ്ട്. ക്ഷേത്രത്തിന് പുറത്തായി ട്രഡീഷണൽ സിഖ് വേഷത്തിൽ കടകൾ നടത്തുന്നവർ വരെയുണ്ട്. രാത്രിയിലും ഇത്തരം കടകളിൽ വളരെ നല്ല തിരക്കാനുള്ളത്. അമൃത്സറിൽ വന്നാൽ മിസ്സാക്കാൻ പാടില്ലാത്തൊരു വിഭവമാണ് അമൃത്സറി കുൽച്ച. കുൽച്ചയൊക്കെ കഴിച്ച് റൂമിൽ പോയി ഒരു നല്ല ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് രാവിലെയും ടെമ്പിളിലേക്ക് പോയി. സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുദ്വാരയാണ് ഗോൾഡൻ ടെമ്പിൾ. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, 1980കളുടെ തുടക്കത്തിൽ ഭിന്ദ്രൻവാലെ എന്ന ഖാലിസ്ഥാനി നയിച്ച തീവ്രവാദ പ്രസ്ഥാനവും ഇന്ത്യൻ സർക്കാരും തമ്മിലുള്ള സംഘർഷത്തിന്റെ കേന്ദ്രമായി ഈ ഗുരുദ്വാര മാറി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷൻ വളരെ ഫേമസ് ആണ്. ആ ഓപ്പറേഷന് ശേഷം ഒരുപാട് തവണ ഈ ഗുരുദ്വാര പുതുക്കി പണിതിട്ടുണ്ട്. ഒരു ക്ഷേത്രം എന്നതിലുപരി ഇത്തരത്തിലുള്ള ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലത്ത് പോകാൻ പറ്റുന്നതും ഒരു ഭാഗ്യമാണ്.